CJP കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമായ ഉദ്ദേശം അത് ഇന്ത്യയുടെ രാഷ്ട്രീയ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണം, അതുപോലെ ഇന്ത്യയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വ്യക്തമായ അജണ്ടയിലൂടെ ഇറങ്ങിയിരിക്കുന്ന CJP. ഇത് മനസ്സിലാക്കാൻ വലിയ വിവരമൊന്നും വേണ്ട. ഇന്ത്യയിൽ ഇരുന്നല്ല ഓപ്പറേറ്റിംഗ്. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ദീപക് ഇന്ത്യയിൽ ഇരുന്നല്ല ഓപ്പറേറ്റിംഗ്, US അമേരിക്കയിൽ ഇരുന്നാണ് ഓപ്പറേറ്റിംഗ്. ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നത് വ്യക്തമാണ്. പല രാജ്യങ്ങളിലും ഇതുപോലെ കലാപങ്ങളുണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പലതവണ നോക്കിയിട്ടുണ്ട്. അതായത് BJP അധികാരത്തിൽ കയറിയപ്പം മുതൽ മോഡി വിരോധം കൊണ്ടും മറ്റ് മോട്ടിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടു കൂടി ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കാൻ നോക്കി, അതുപോലെ തന്നെ കർഷകരെ പേരിൽ നോക്കി. ഒന്നും നടക്കാതെ വന്നപ്പോൾ ഇപ്പോൾ അടുത്ത ഇൻസ്റ്റഗ്രാം പുതുയുഗ ഒരു സ്ട്രാറ്റജിക് ലെവൽ പോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം വഴി യുവാക്കളെ എല്ലാം കൂടെ ഏകീകരിപ്പിച്ചുകൊണ്ട്, അതായത് നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഇവിടെയൊക്കെ നടന്നതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി ഭവനിലും അല്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭവനിലും ഇവിടെയൊക്കെ കയറി ആർമാദിച്ച് അവിടുത്തെയൊക്കെ സാധനങ്ങൾ മോട്ടിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നടന്നതെന്ന് ഓർക്കണം. അതാണ് ഇന്ത്യയിൽ വരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഇത് നല്ല കെട്ടുറപ്പുള്ള സർക്കാരാണ് ഇന്ത്യയുടെ ഭരണഘടന വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന് അധികാരത്തിൽ കിട്ടാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. 10-15 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്നും നടക്കുന്നില്ല. അവസാനം കിട്ടിയ കത്തിച്ചിരുമാണ് ഇപ്പം ഇത്. ഓക്കെ, എനിവേ, ഇപ്പം അടുത്ത ദിവസം അവർ ബാംഗ്ലൂരിൽ മനുഷ്യച്ചങ്ങല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് തന്നെ കാണാതെ എന്താണ് നടക്കാൻ പോകുന്നതെന്നും തുള എവിടെയൊക്കെ വീഴുമെന്നും. തുള വീണ് കഴിയുന്നുണ്ടെങ്കിൽ പറയും, അയ്യോ വിദ്യാർത്ഥികളെ ആക്രമിച്ചു, അവർ എല്ലാവരെയും കൊന്നൊടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഒരു വിലാപ കരച്ചിലിന് വരാൻ ചാൻസ് ഉണ്ട്. അതുതന്നെയാണ് ഉദ്ദേശം. അതായത് സർക്കാർ അവരെ നേരിടുന്നത് ഏത് തരത്തിലാണെന്ന് കണ്ടിരുന്ന് കാണാം. കാരണം ഇന്ത്യയിൽ ഒരു കലാപവും നടത്താൻ ഒരു പച്ചകളെയും അതുപോലെ തന്നെ ഒരു മറ്റുള്ള രാജ്യത്തിനെയും നടത്തിക്കില്ല. അത് കേന്ദ്ര സർക്കാർ, ആൺകുട്ടികളായിട്ടുള്ള കേന്ദ്ര സർക്കാരാണ് ഭരിക്കുന്നത്. ഓർത്തിരുന്നു. അപ്പം നമുക്ക് മനുഷ്യച്ചങ്ങലയുടെ പരിപാടികൾ കാണാം.